മലയാള സിനിമയിൽ തന്റേതായ ഇടം കണ്ടെത്തിയ യുവതാരം ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് CP ചാക്കോയുടെ അപ്രതീക്ഷിത വിയോഗം സിനിമാ മേഖലയിലും പൊതുസമൂഹത്തിലും ഒരുപോലെ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. ഒരു വാഹന അപകടത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടതെങ്കിലും ഈ സംഭവത്തിന് പിന്നിൽ ദുരൂഹതകൾ ഏറെയുണ്ടെന്ന സംശയങ്ങൾ ബലപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിലെ പൊള്ളാച്ചി ഹൈവേയിൽ നടന്ന ഈ അപകടം ഒരു ആസൂത്രിത നീക്കമായിരുന്നു, ലഹരി മാഫിയയ്ക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോൾ സജീവ ചർച്ചാ വിഷയമായി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ തമിഴ്നാട്ടിലെ ധർമ്മപുരിക്ക് സമീപം പാൽക്കോട്ട് എന്ന സ്ഥലത്തായിരുന്നു ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. ബംഗളൂരിലേക്ക് പോകുകയായിരുന്ന അവരുടെ കാറിലേക്ക് ഒരു ലോറി ട്രാക്ക് മാറി വന്നിടിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം. ഈ ഭീകരമായ അപകടത്തിൽ ഷൈന്റെ പിതാവ് CP ചാക്കോയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടു. കാറിന്റെ മുൻസീറ്റിലിരുന്ന് യാത്ര ചെയ്തിരുന്ന അദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുറകിൽ ഉറങ്ങുകയായിരുന്ന ഷൈന് കൈക്ക് ഒടിവും ഉൾപ്പെടെ പരിക്കുകളുണ്ട്. അമ്മയ്ക്കും ഒപ്പമുണ്ടായിരുന്ന സഹോദരനും ഡ്രൈവർക്കും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടാൻ കഴിഞ്ഞു. പരിക്കേറ്റവരെ ധർമ്മപുരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതൊരു സാധാരണ വാഹനാപകടമായി കാണാൻ കഴിയില്ലെന്ന് പ്രാഥമിക സൂചനകൾ നൽകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ട്രാക്ക് മാറി കാറിലേക്ക് ഇടിച്ചു കയറിയത്? ഇത് ഡ്രൈവറുടെ അശ്രദ്ധ മാത്രമാണോ, അതോ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ? ഈ ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ വഴിവെച്ചിട്ടുണ്ട്. പൊള്ളാച്ചി തമിഴ്നാട് ഹൈവേകൾ വളരെയധികം കുപ്രസിദ്ധമാണ്. ഈ ഭാഗത്ത് മുൻപ് സമാനമായ പല ദുരൂഹ അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വാഹനാപകടങ്ങൾ ആസൂത്രണം ചെയ്ത് പണം തട്ടുന്ന മാഫിയ സംഘങ്ങൾ ഈ മേഖലയിൽ സജീവമാണെന്ന ആരോപണങ്ങൾ കാലങ്ങളായി നിലനിൽക്കുന്നുമുണ്ട്. അപകടം നടന്ന രീതി, അതായത് ട്രക്ക് എതിർദിശയിൽ നിന്ന് മനഃപൂർവ്വം വന്ന് ഇടിച്ചതുപോലെ തോന്നിച്ചത് ഈ സംശയങ്ങൾക്ക് കൂടുതൽ ബലം നൽകുകയാണ്. സാധാരണഗതിയിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത രീതിയിലാണ് അപകടം നടന്നതെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ഈ മാഫിയകൾക്ക് അപകടത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. ഷൈൻ ടോം ചാക്കോ ലഹരിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മുൻപും ഉൾപ്പെട്ടിട്ടുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഈ അപകടത്തെ ലഹരി മാഫിയയുമായി ബന്ധിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. ലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷൈൻ ടോം ചാക്കോ നേരത്തെ അറസ്റ്റിലാവുകയും പിന്നീട് ലഹരി വിമുക്ത ചികിത്സ തേടുകയും ചെയ്തിരുന്നു. അടുത്തിടെ നൽകിയ അഭിമുഖങ്ങളിൽ ലഹരിയിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ലഹരിയിൽ നിന്ന് മോചനം നേടി ജീവിതം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ ഷൈനിന്റെ കുടുംബത്തിന് ഇങ്ങനെ ഒരു ദുരന്തം നേരിട്ടത് കേവലം യാദൃശ്ചികമാണോ എന്ന് പലരും സംശയിക്കുന്നുണ്ട്. ലഹരി മാഫിയയുടെ ഭീഷണികൾക്ക് ഷൈൻ ഇരയായിട്ടുണ്ടോ, അതോ അദ്ദേഹത്തെ ലക്ഷ്യമിട്ടായിരുന്നോ ഈ ആക്രമണം എന്നുമുള്ള കാര്യങ്ങൾ പോലീസ് ഗൗരവമായി അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ തന്റെ പിതാവ് CP ചാക്കോ മകന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും താങ്ങും തണലുമായി കൂടെയുണ്ടായിരുന്ന വ്യക്തിയാണ്. ലഹരി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങളിൽ പോലും മകനെ ചേർത്ത് നിർത്തി സംരക്ഷിച്ച പിതാവായിരുന്നു അദ്ദേഹം.
അതിനാൽ തന്നെ ഈ അപകടത്തിന് പിന്നിൽ ലഹരി മാഫിയയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. തമിഴ്നാട് പോലീസ് അപകടത്തെക്കുറിച്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ലോറി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്നാണ് പ്രാഥമിക വിവരം. അപകട സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ, ലോറിയുടെ കാറിന്റെയും സാങ്കേതിക പരിശോധനകൾ, ദൃക്സാക്ഷികളുടെ മൊഴികൾ എന്നിവയെല്ലാം അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ നിർണായകമാകും. ലഹരി മാഫിയയുടെ സാധ്യത കണക്കിലെടുത്ത് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ശക്തമായി ഉയരുന്നുമുണ്ട്. മാത്രമല്ല, ലഹരിയിൽ നിന്ന് മുക്തനായി പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഈ ഘട്ടത്തിൽ പിതാവിന്റെ ആകസ്മിക വിയോഗം ഷൈന് കനത്ത ആഘാതമാണ് നൽകുന്നതും കുടുംബത്തിന് താങ്ങാനാവാത്ത ദുഃഖമാണിത്. ഈ ദുരന്തത്തിൽ നിന്ന് കരകയറാൻ ഷൈനിനും കുടുംബത്തിനും സമയവും ആവശ്യമാണ്. സിനിമാ ലോകം അദ്ദേഹത്തിന് എല്ലാ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. ഈ അപകടത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ എത്രയും പെട്ടെന്ന് നീങ്ങുമെന്നും യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഷൈൻ ടോം ചാക്കോയ്ക്കും കുടുംബത്തിനും ഈ ദുഃഖത്തിൽ നിന്ന് വേഗം കരകയറാൻ കഴിയട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം.